ഏവർക്കും ദേവദാരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മണ്ഡലകാലം ആരംഭിച്ചു. മാലയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന മന്ത്രങ്ങൾ ചൊല്ലേണ്ടതാണ്. മാലയിടുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് നോക്കാം. ജ്ഞാനമുദ്രാം, ശാസ്ത്രമുദ്രാം, ഗുരുമുദ്രാം നമാമ്യഹം, വനമുദ്രാം, ശുദ്ധമുദ്രാം, രുദ്രമുദ്രാം നമാമ്യഹം, ശാന്തമുദ്രാം, തസ്യമുദ്രാം, വ്രതമുദ്രാം നമാമ്യഹം, ശബര്യാശ്രമ സദ്യേനമുദ്രാം പാതു സദാഭിമേം ഗുരുദക്ഷിണയാ പൂർവം തസ്യാനുഗ്രഹകാരണേ ശരണഗത മുദ്രാഹ്യം തന്മുദ്രം ധരയാവ്യഹം ശബര്യജല മുദ്രായൈ നമോ നമഃ. മാലയിട്ട് കഴിഞ്ഞാൽ മുദ്ര, അതായത് മാല ധരിക്കുന്ന ആള് ഭഗവാന് തുല്യമാണ്. തത്വമസി വേദമഹാകാവ്യങ്ങളിൽ ഇതിന് അർത്ഥം അത് നീയാകുന്നു എന്നാകുന്നു. ഇനി മാല ഇട്ട് കഴിഞ്ഞാൽ മത്സ്യമാംസാദികളും ലഹരി വസ്തുക്കളും സ്ത്രീ സംഗമവും ക്ഷൗരവും ഹിംസയും കോപവും പരുഷവചനം മുതലായ നുണ പറയാൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നുണ പറയലുമൊക്കെ നമ്മൾ പാടെ ഉപേക്ഷിക്കേണ്ടതാണ്. ശവസംസ്കാരം, ചോറൂണ് തുടങ്ങിയവയിൽ പങ്കെടുക്കരുത്. ചെരുപ്പുകൾ ഉപയോഗിക്കാവുന്നതാണ്. അല്പമാത്രം ഭക്ഷണവും ദിവസേന 2 നേരം സ്നാനവും ശരണം വിളിയും ധ്യാനവും മന്ത്രജപവും ഒക്കെ വേണം. കയ്യിൽ ശുദ്ധജലമെടുത്ത് ഓം ആത്മശുദ്ധിരം, ഓം ദേഹശുദ്ധികം, മന്ത്രയശുദ്ധി യുദ്ധിവം, കർമ്മശുദ്ധി യം, സകലശുദ്ധി സ്വാഹ. അതായത് ഓം ആത്മശുദ്ധി രം, ഓം ദേഹശുദ്ധി കം, മന്ത്രയശുദ്ധി വം, കർമ്മശുദ്ധി യം, സകലശുദ്ധി സ്വാഹ. ഈ മന്ത്രം എന്നിവ ജപിച്ച് 5 പ്രാവശ്യം നമ്മൾ സേവിക്കണം. ശേഷം തുളസിയില ചന്ദനത്തിൽ തൊട്ട് കയ്യിൽ വെച്ച് അയ്യപ്പനെ ഭജിക്കേണ്ട ശ്ലോകം ഇതാണ്. ഓം സ്നിഗ്ധാരാള വിസാരി കുന്തളപരം സിംഹാസനാധ്യാസിതം സ്തൂർജിത് പത്രസുക്ലിപ്ത കുണ്ടല മധ്യേക്ഷി ശ്വാസ വൃക്തോർദ്വയം നീലക്ഷൗമവസം നവീനദലദശ്യാമം പ്രഭാസത്യഗ സ്പായൽ പശയുഗം സുരക്ത സകലാകൽപ്പം സ്മരേ ദാര്യകം എന്ന് ജപിച്ചിട്ട് തുളസിലയും പൂവും ചന്ദനവും നിലവിളക്കിന് മുന്നിൽ അർപ്പിക്കുക. ശേഷം മൂലമന്ത്രമായ ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രയേ എന്നിട്ട് ശരണം വിളിക്കുക. ഇനി ഋക്ഷി പ്രോക്തം തു പൂർവാണം മഹാത്മാനാം ഗുരുർമതം സ്വാമി ശരണമിദ്യേവം. മുദ്രാവാക്യം പ്രകീർത്തനം. ഇതാണ് ശരണമന്ത്രത്തിൻ്റെ പൊരുൾ. മനുഷ്യൻ്റെ ഉള്ളിലെ വായുവിനെ ശോഭിപ്പിക്കുന്നതും വായുവിൻ്റെ സ്വതന്ത്രമായ പോക്കുവരവിനെ തടയുന്നതുമായ ദോഷങ്ങളെ ശരണം വിളി ഇല്ലായ്മ ചെയ്യും. ഉള്ളിലെ മാലിന്യങ്ങളെല്ലാം തന്നെ ശുദ്ധീകരിക്കപ്പെടും. കൂട്ടത്തോടെ ശരണം വിളിക്കുന്നത് കൊണ്ട് അന്തരീക്ഷത്തിൽ സവിശേഷമായ ഒരു ആത്മീയ ശബ്ദപ്രപഞ്ചം തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇത് നാദബ്രഹ്മത്തിലുണ്ടാകുന്ന ഈ ഒരു ചലനം വളരെയധികം വിശേഷമാണ്. ഈ ശരണത്തിലെ ശ എന്ന അക്ഷരം ശത്രുശക്തികളെ ഇല്ലാതാക്കുന്നു. ര അറിവിൻ്റെ അഗ്നിയെ ഉണർത്തുന്നു. ണ ശാന്തിയെ പ്രദാനം ചെയ്യുന്നു. ശരണം വിളി കാട്ടിലെ ദുഷ്ടമൃഗങ്ങളെ അകറ്റുന്നത് പോലെ മനസ്സിലെ ദുഷ്ടചിന്തകളെയും അകറ്റും. ഇനി നമുക്ക് 18 പടികൾ, ഈ 18 മലകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പൊന്നമ്പലമേടിനെയും, 2 ഗരുഡൻ മലയെയും, 3 നാഗമല, 4 സുന്ദരമല, 5 ചിറ്റമ്പലമലയും, 6 ഹൽഗിമല, 7 മാതകം മല, 8 മയിലാട്ടും മല, അതുപോലെ 9 ശ്രീപാദമല, 10 ദേവർമല, 11 നിലയ്ക്കൽ മല, 12 തലപ്പാറമല, 13 നീലിമലയും, 14 കരിമലയും, 15 പുതുശ്ശേരിമല, 16 കാളകെട്ടിമലയും, 17 ഇഞ്ചിപ്പാറമലയും, 18ാമത്തേത് ശബരിമലയെയും പ്രതിദാനം ചെയ്യുന്നു. ഒരു സാധാരണക്കാരനായ ഒരു ഭക്തന് നടന്നു കയറാൻ അസാധ്യമായ ഈ മലകളെ ആരാധിക്കാൻ അവന് അവസരമൊരുക്കുന്നതാണ് ഈ 18ാം പടി എന്ന് പറയുന്നു. അതല്ല, മോക്ഷപ്രാപ്തിക്ക് മുമ്പ് മനുഷ്യൻ പിന്നിടേണ്ട ആ 18 ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നതാണെന്നും പറയുന്നു. അതനുസരിച്ച് ആദ്യത്തേത് 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു, അതായത് കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക്. അടുത്ത 8 പടികൾ അഷ്ടരാഹങ്ങളായ കാമ, ക്രോധ, ലോഭമോഹ, മതമാത്സര്യം, ഡംഭ്, അസൂയ എന്നിവയെ പ്രതിനിധീകരിക്കുന്നതായും പറയുന്നു.
അടുത്ത 3 പടികൾ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ത്രിഗുണങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അവസാനം വരുന്ന 17, 18 പടികൾ വിദ്യയെയും അവിദ്യയെയും, അതായത് ജ്ഞാനത്തെയും അജ്ഞാനത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ പുണ്യഭാവങ്ങളെ സ്വീകരിച്ചും തിരസ്കരിച്ചും മാത്രമേ ഒരുവന് ഈ ലോകമാകുന്ന മായയിൽ നിന്ന് മോചനം നേടാനാവൂ. ഇനി മാത്രമല്ല, ആ 18 അക്കത്തിന് വലിയ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളാണ് ഉള്ളത്. കുരുക്ഷേത്ര യുദ്ധം 18 ദിവസം നീണ്ടു നിന്നു. പുരാണങ്ങൾ 18ആണ്. 4 വേദങ്ങളും 8 ശാസ്ത്രങ്ങളും 5 ഇന്ദ്രിയങ്ങളും 3 ദേവതകളും ചേർന്നാലും 18ആണ്. കളരിയിലെ അടവ് 18ആണ്. സംഗീതത്തിലെ 18 അടിസ്ഥാന ഉപകരണങ്ങളാണുള്ളത്. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ആത്മാവ് തേടുന്ന വഴികളാണ് 18 പടികൾ. ശബരിമലയിൽ ഏറ്റവും പവിത്രമായ ഒന്നാണ് പടിപൂജ എന്ന് പറയുന്നത്. പൂജാദ്രവ്യങ്ങൾക്ക് പുറമെ 7501 രൂപയാണ് വഴിപാട് നിരക്ക്. ശബരിമല തന്ത്രിയാണ് പടിപൂജ നടത്തുക. അത്താഴ പൂജയ്ക്ക് മുമ്പ് 1 മണിക്കൂറിലധികം നീളുന്നതാണ് ഈ പൂജ. ആ സമയം ക്ഷേത്രത്തിലെ മറ്റു പൂജകളൊക്കെ നിർത്തിവെക്കും. 30 നിലവിളക്കുകളും 18 നാളികേരവും 18 കലശ വസ്ത്രങ്ങളും 18 പുഷ്പഹാരങ്ങൾ എന്നിവയാണ് പടിപൂജയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് കെട്ട് നിറയ്ക്കുന്നതിനെ പറ്റി നോക്കാം. ശബരിമലയ്ക്ക് പോകുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കെട്ട് നിറയ്ക്കരുത്. കെട്ടുനിറ സമയത്ത് പന്തലിൽ ഗണപതിയും സുബ്രഹ്മണ്യനെയും അയ്യപ്പനെയും എന്നിങ്ങനെ 3 വിഗ്രഹങ്ങളും ഫോട്ടോയും ഒക്കെ ഉണ്ടാവണം. ഗുരുസ്വാമിയുടെ നിർദ്ദേശപ്രകാരം മുൻകെട്ടിൽ നെയ്യ്, തേങ്ങ, കർപ്പൂരം, കാണിക്ക, മലര്, കദളിപ്പഴം, കൽക്കണ്ടം, മുന്തിരിങ്ങ, വെറ്റില, പാക്ക്, പടിക്കൽ ഉടയ്ക്കാനുള്ള നാളികേരവും മഞ്ഞൾപ്പൊടിയും തേനും പനിനീരും ശർക്കര ഉണ്ടയും ഉണക്കലരിയും കുരുമുളക് ഇവ പിൻകെട്ടിൽ ഭക്തനാവശ്യമായവയും എരുമേലി ഗണപതിക്കുള്ള തേങ്ങയും മാളികപ്പുറത്ത് ഉരുട്ടുവാനുള്ള തേങ്ങയും നിറയ്ക്കണം. എരുമേലിയിൽ പോകാത്ത ഭക്തർ പമ്പയിൽ ആ വഴിപാട് നടത്താം. നാളികേരത്തിൻ്റെ ചിരട്ട സ്ഥൂല ശരീരത്തെയും പരിപ്പ് സൂക്ഷ്മ ശരീരത്തെയും ഉള്ളിലുള്ള വെള്ളം കാരണത്തെയുമാണ് സൂചിപ്പിക്കുക. അറിഞ്ഞും അറിയാതെയും വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയാലോ നീയാകുന്ന ഈ പ്രപഞ്ചത്തിൽ വച്ച് ഇന്നുവരെ ഞാൻ ചെയ്തുപോയ സകലവിധ പാപങ്ങളും പുറത്ത് മാപ്പാക്കി എൻ്റെ ശരീരമാകുന്ന ഈ നാളികേരത്തിലുണ്ടാക്കി വച്ച പാവങ്ങളും കർമ്മദോഷങ്ങളും ദുരിതങ്ങളും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അഗ്നിയാൽ ഭസ്മമാക്കി തന്ന് എന്നെയും നീയാം പൊരുളായി മാറ്റേണമേ അയ്യനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാളികേരം ഉടയ്ക്കേണ്ടത്. പമ്പാ ഗണപതിയെയും സമസ്ത ദേവീ ദേവന്മാരെയും വണങ്ങി ഭഗവാന്റെ ഭൂതഗണങ്ങളോട് അനുവാദം വാങ്ങിക്കൊണ്ട് വനയാത്ര ഇവിടെ തുടങ്ങണം. നമ്മൾ മല കയറാനുള്ള ആദ്യത്തെ പടിയാണിത്. പിന്നീട് രാജാവിനെയും കാണണം. ശബരിപീഠത്തിൽ കർപ്പൂരം കത്തിക്കണം. കന്നിക്കാർ അപ്പാച്ചിക്കുഴിയിൽ അരി ഉണ്ടയെറിയണം. ശരംകുത്തിയിൽ ശരം നിക്ഷേപിക്കണം. സന്നിധാനത്ത് ചെന്ന് ഭഗവത് ദർശനം കിട്ടുന്ന മാത്രയിൽ ഭക്തനും ഭഗവാനും ഒന്നാകുന്നു. അതാണ് തത്വമസി. ഇനി വ്രതം അവസാനിപ്പിക്കുമ്പോൾ ശബരിമല ദർശനം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയാൽ അപ്പോൾ തന്നെ വ്രതം അവസാനിപ്പിക്കാം. അയ്യപ്പൻ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ നിലവിളക്ക് കൊളുത്തി വെച്ച് കുടുംബാംഗങ്ങൾ ശരണം വിളിയോടെ എതിരേൽക്കണം. പൂജാമുറിയിൽ കെട്ടുതാങ്ങിയതിന് ശേഷം ശരീരശുദ്ധി വരുത്തിയിട്ടാണ് മാല ഊരേണ്ടത്. മാലയൂരി പൂജാമുറിയിലെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ചാർത്താം. ഒരിക്കലും അലക്ഷ്യമായിട്ട് ഇടരുത്. മാല ഊരുന്നതിനുള്ള മന്ത്രമാണ് അപൂർവമജലാരോഗ ദിവ്യദർശന കാരണ ശസ്തൃർ മുദ്രാതുക്കാദേവ ദേഹിമേ വ്രതമോചനം. ഈ മന്ത്രം ജപിച്ച് ശരണം വിളിയോടെ മാലയൂരാം. ചിലയിടങ്ങളിൽ നാളികേരം ഉടയ്ക്കാറുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ നാളികേരം ഒടിച്ചതിന് ശേഷമാണ് കെട്ടിറക്കുക. ഈ മണ്ഡലകാലം ഏവർക്കും ഭക്തി നിർഭരമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വാമി ശരണമയ്യപ്പ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ വരുന്നവരെ നന്ദി, നമസ്കാരം.